എന്നല്ലാതെ കർക്കശമായി കൈകാര്യം ചെയ്യും. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്ന്. അത് തന്നെയാണ് നിലപാട്. ഒപ്പം സമൂഹത്തെ ആകെ അണിനിരത്തുകയും ചെയ്യും. എവിടെയെല്ലാം പരിശോധന ആവശ്യമുണ്ട് അവിടെയൊക്കെ പരിശോധന നടത്തും. അതാ പറഞ്ഞത്, ഇന്ന സ്ഥലത്ത് പരിശോധിക്കാം, ഇന്ന സ്ഥലത്ത് പരിശോധിക്കാൻ പാടില്ല എന്നുള്ള വേർതിരിവൊന്നുമില്ല. പരിശോധന ആവശ്യമായ എല്ലായിടത്തും പരിശോധിക്കും. ഇപ്പോൾ കിട്ടുന്നൊരു വിവരവും സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ അത് അവഗണിക്കുകയില്ല, അതിനെ ലഘുവായിട്ട് കണക്കാക്കുകയുമില്ല. എല്ലാ വിവരവും വിലപ്പെട്ടതാണ്, ഗൗരവത്തോടെയാണ് എടുക്കുക. ഗൗരവമുള്ള സമീപനക്കാര്യത്തിലുണ്ടാവും. വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഉറച്ച നിലപാടെടുത്തതിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു നിലപാടാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. അവർ ഇത്തരം അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അല്ലല്ല, അവരെന്നോട് പറഞ്ഞത് അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് സംബന്ധിച്ച് അതെവിടെയും പറയാൻ തയ്യാറാണോ എന്ന് എന്നെ അറിയിച്ച കാര്യമാണ്. അപ്പോൾ അതിലവർക്ക് ആശങ്കയോ മടിയോ ഒന്നുമില്ല. നല്ല ഉറച്ച നിലപാടുള്ള ഒരു വനിതയാണ് അവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് സിനിമാ മേഖലയിലുള്ളവരാണ് ഇത്തരം ധീരമായ നിലപാടെടുക്കുന്നവരെ സംരക്ഷിക്കേണ്ടത്. കാരണം അവർക്ക് അതിൻ്റെ പേരിൽ അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് സിനിമാ മേഖലയിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്, സിനിമാ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ്. ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. ഏജൻസികൾ എല്ലാ പ്രശ്നത്തെയും കാണുന്നത് വളരെ ഗൗരവമായാണ്. പരിശോധനകൾ അതുപോലെ തന്നെ തുടരും. വിൻസി അലോഷ്യസിനോട് സംസാരിച്ചിരുന്നു. ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എവിടെയും പറയാൻ തയ്യാറാണ് എന്നാണ് വിൻസി അലോഷ്യസ് പറഞ്ഞത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പരിശോധനകളുമായി സർക്കാരും ഏജൻസിയും മുന്നോട്ട് പോകും, പോലീസ് മുന്നോട്ട് പോകും എന്ന് എക്സൈസ് മന്ത്രി പറയുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും പോലീസിന് ലഭിച്ചത്. എന്തായാലും ലഹരി ഇടപാടുകാരുമായി ബന്ധം ഉണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോ തന്നെ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ആണ് FIR ഇട്ട് പോലീസ് അത് കേസാക്കി മാറ്റിയത്. ഇനി നാളെ വീണ്ടും പോലീസിന് മുന്നിലേക്ക് ഷൈൻ ടോം ചാക്കോ വരികയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. കൂടുതൽ കേസിൽ ഏതൊക്കെ വകുപ്പുകൾ കൂടുതലായി ചേർക്കണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്ത് നിന്ന് നീക്കങ്ങളുണ്ടാകും. അതോടൊപ്പം സിനിമാ മേഖലയിലെ ലഹരി അവസാനിപ്പിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പ്രസാദ് ഉറുമ്പശ്ശേരി ചേരുകയാണ് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും ലഹരി മാഫിയെ അടിച്ചമർത്താനുള്ള നീക്കവുമായി എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകും. അതിന് എവിടെയാണ് പരിശോധന എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും തടസ്സമാകുന്നില്ല. ആരെയാണ് പരിശോധിക്കേണ്ടതെന്ന കാര്യത്തിലൊന്നും തടസ്സമാകുന്നില്ല. ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി പറയുന്നത്. അതായത് കർശന നടപടി ഉണ്ടാകും. അത് എവിടെയാണെങ്കിലും പരിശോധന നടത്തും. സിനിമ സെറ്റാണോ അല്ലയോ എന്നുള്ളതൊന്നും നോക്കുന്നില്ല. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരത്തെയും അവഗണിച്ചുകൊണ്ടല്ല, അതെല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോവുകയും കർശന നടപടി എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ലഹരി പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നടപടികൾ കൂടുതൽ കർക്കശമാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നടി പരാതി പറഞ്ഞിട്ടുള്ള വിൻസി അവരുമായി മന്ത്രി സംസാരിച്ചിരുന്നു. എല്ലാ പിന്തുണയും മന്ത്രി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമ നടപടികളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ഇത്തരമൊരു പരാതി ഉന്നയിക്കുകയും അത് പിന്നീട് വലിയ തോതിൽ വിവാദമായപ്പോൾ പിന്നീട് നിയമ നടപടികളിലേക്കൊന്നും ഇല്ല എന്ന് അവരുടെ കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ ആ നിലപാടിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാമെന്ന് വിൻസി മന്ത്രിയോട് പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ശരി പ്രസാദ്, എന്തായാലും അത് തന്നെയാണ്, കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. വിൻസി അലോഷ്യസുമായി സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വിൻസി ഇതുവരെ പോലീസിനോ എക്സൈസിനോ പരാതി നൽകിയിട്ടില്ല എങ്കിൽ കൂടി ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് വിൻസി അലോഷ്യസ് മന്ത്രിയോട് പറഞ്ഞത് എന്ന് കൂടിയാണ് മന്ത്രി പറഞ്ഞത്.